ശ്രീ വേദവ്യാസ മഹർഷിയാൽ വിരചിതമായ അനിഷ്ട വൃത്തത്തിൽ ശ്രീ നാരായണനെ ദേവതയാക്കി വിരചിതമാക്കിയിരിക്കുന്ന വിഷ്ണു സഹസ്രനാമത്തിൻ്റെ വന്ദന ശ്ലോകങ്ങളുടെ അവസാന ഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നാം വിവരിച്ചിരുന്നത്. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മന ഋഷിഭിഃ പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. ഈ ഭാഗം വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. ഋഷിർനാമ്യാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനി ഛന്ദോനിഷ്ഠിപ്തഥാ ദേവോ ഭഗവാൻ ദേവകീസുത അമൃതാം ശുദ്ഭാവോ ബീജം ശക്തിർദേവകീ നന്ദന ത്രിസാമഹൃദയം തസ്യ ശാന്ത്യർത്ഥേ വിനിയുജ്യതേ. വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം അനേകരൂപദൈത്യാന്തം നമാമി പുരുഷോത്തമം. ഈ വരികളുടെ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാം. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനഃ ഋഷിഭിഃ പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയേ. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തി. ഋഷിർനാമ്യാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനി ഛന്ദോനിഷ്ഠിപ്തഥാ ദേവോ ഭഗവാൻ ദേവകീസുത. ഋഷിർനാമ്യാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനി ഛന്ദോ അനുഷ്ഠിപ്തഥാ ദേവോ ഭഗവാൻ ദേവകീസുത. അപ്പോൾ ഓരോ മന്ത്രത്തിനും ഋഷിയുണ്ട്. ഓരോ ഋഷിമാരുടെ മനസ്സിൽ വെളിവാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ മഹാമന്ത്രമായിട്ട് പിന്നീട് തലമുറകൾ കൈമാറുന്നത്. ഇപ്പോൾ വശിന്യാദി വാഗ്ദേവതമാരുടെ മനസ്സിൽ ദേവിയെക്കുറിച്ചുള്ള ആ ഒരു വിഗ്രഹം തെളിവായപ്പോൾ അങ്ങനെ ആ ദേവിയുടെ 1000 നാമങ്ങൾ അവരുടെ ഉള്ളിലാണ് വെളിവാക്കി കൊടുത്തത് ദേവി. അതാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം. അതുപോലെ ഇത് വേദവ്യാസ മഹർഷിയുടെ ഉള്ളിലാണ് ഈ മന്ത്രം. ഇപ്പോൾ ഗായത്രി മന്ത്രം അഗസ്ത്യ മഹർഷിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഓരോന്നും ഓരോ ഋഷിമാരുടെ ഉള്ളിലാണ് ഈ മന്ത്രങ്ങളെയൊക്കെ. ആ മന്ത്രങ്ങളുടെ ശക്തി അത്രയും ശ്രേഷ്ഠമാണ്. അതാണ് നാം ഓരോരുത്തരും ഈ ജപിക്കുന്നത്. അപ്പോൾ ഋഷിയുണ്ട്. ഓരോ മന്ത്രത്തിനും ഏത് ഋഷിയാണ്, ഏത് മഹർഷിയാണത് വെളിവാക്കിയത്. അതുപോലെ ഛന്ദസ് അല്ലെങ്കിൽ വൃത്തം പലതുണ്ട്. ഞാനിത് ആദ്യ ഭാഗത്ത് അതൊക്കെ വിശദീകരിച്ചതായിരുന്നു. അതുപോലെ ഓരോന്നിനും ഓരോ മന്ത്രത്തിനും ഓരോ ബീജമുണ്ട്. ബീജം എന്ന് വെച്ചാൽ ഒരു വിത്താണ്. ആ വിത്തിൽ നിന്നാണ് ആ ചെടി വളരുന്നത്. ആ മന്ത്രത്തിൽ നിന്നാണ് ആ സ്തോത്രം ഇങ്ങനെ വളർന്ന് വലുതായി അത് 1000 നാമങ്ങളായി മാറുന്നത്. അതാണ് ബീജമന്ത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശക്തിമന്ത്രമുണ്ട്. ആ മന്ത്രത്തിൽ ഏറ്റവും ഊർജദായകമായ മന്ത്രം ഏതാണ്? അതാണ് ആ ശക്തി മന്ത്രം എന്ന് പറയുന്നത്. അതുപോലെ കീലകം, അതൊക്കെ നമ്മൾ ദേവി മഹാത്മ്യത്തിലും ലളിതാ സഹസ്രനാമത്തിലും ഒക്കെ നമ്മൾ ജപിക്കുന്നതാണ്. കീലകം എന്ന് വെച്ചാൽ ആ മന്ത്രത്തിലേക്ക് കടക്കുന്ന പൂട്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഒരു വളരെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു റൂമിൻ്റെ താക്കോല് തുറന്ന് വളരെ സൂക്ഷ്മമായിട്ടായിരിക്കും നിലവറകളിലൊക്കെ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ആ തുറക്കാൻ അറിയാവുന്നവർ ആ കീലകം ആ പൂട്ടിട്ട് തുറന്ന് അകത്ത് ചെല്ലുമ്പോഴാണ് അതിൻ്റെ അകത്തിലുള്ള എല്ലാം വ്യക്തമാകുന്നത്. അതുപോലെ ആ കീലകം എന്ന് പറയുന്നത് ആണ് അതിൻ്റെ ഒരു മന്ത്രത്തിൻ്റെ പൂട്ടാണ്. അതായത് സ്തോത്രത്തിൻ്റെ പൂർണ്ണമായ ശക്തി ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ കീലകം ജപിച്ചതിന് ശേഷമാണ് അത് ആരംഭിക്കേണ്ടത്. പക്ഷേ ഇതൊക്കെ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ഒരു ഫലം ലഭിക്കണമെങ്കിൽ ഒരു ഗുരുമുഖത്തു നിന്ന് നമ്മളത് ശ്രവിക്കുകയും ഗുരു ആ മന്ത്രം ഉപദേശിച്ചു തരികയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണ ശക്തി ലഭിക്കുന്നത്. നമ്മൾ ആ സഹസ്രനാമം ഇങ്ങനെ പഠിക്കുന്നു, കേൾക്കുന്നു, അത് വീണ്ടും നമ്മൾ ആവർത്തിച്ച് ജപിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ പൂർണ്ണമായ ശക്തി, ആ മന്ത്രം, ആ വേദവ്യാസ മഹർഷിയാൽ വിരചിതമായ ആ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നില്ല. എങ്കിലും അതിന് നമ്മൾ സമയമെടുക്കും. അത് നമ്മൾ നിരന്തരം ജപിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിയായ ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നത്. അതൊരു ഗുരുമുഖത്തു നിന്ന് ലഭിക്കാത്തത് കൊണ്ട്.
അതുപോലെ തന്നെ അസ്ത്രം, നേത്രം, യോനി, കവചം എന്നിങ്ങനെ സ്തോത്രത്തിൽ പല വാക്കുകൾ വരുന്നുണ്ട്. ഈ സഹസ്രനാമ സ്തോത്രത്തിലേക്ക് മന്ത്രങ്ങളാണ്, പ്രധാന മന്ത്രങ്ങളെയാണ് ഇങ്ങനെ അസ്ത്രം ഒന്നും നേത്രമൊന്നും കവചം, യോനി എന്നൊക്കെ പറയുന്നത്. ഇവയൊക്കെ നമ്മൾ ഓരോന്നും എന്താണെന്ന് ശരിയായിട്ട് അറിയണമെങ്കിൽ അത് ശരിക്കും ഒരു ഗുരുവിനെ തന്നെ സമീപിക്കുകയാണ് വേണ്ടത്. നമ്മൾ പക്ഷേ നമ്മളത് ജപിച്ച് ഇതിലുള്ളത് ഓരോന്നും ജപിച്ച് ഛന്ദസ്സും ദേവതയും ഗുരുവിനെ, അതായത് ഋഷിയെയും ഒക്കെ നമ്മൾ നമസ്കരിച്ചിട്ടാണ് നമ്മൾ ഓരോ മന്ത്രവും ജപിക്കേണ്ടത്. അതിനേക്കാൾ വലിയ ശക്തി കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. പൂർണ്ണമായി ആ മന്ത്രത്തിൻ്റെ പൂർണ്ണത ലഭിക്കണമെങ്കിൽ അതിൻ്റെ ആ ഋഷികളിൽ നിന്ന് തന്നെ നമുക്കത്, ഋഷി തുല്യരായിട്ടുള്ളവരിൽ നിന്ന് തന്നെ നമുക്ക് ആ മന്ത്രം ഉപദേശിച്ച് കിട്ടണം എന്നാണ് പറഞ്ഞത്. അതെല്ലാവർക്കും സാധിക്കുന്നതല്ലല്ലോ. യോഗികളായിട്ടൊക്കെ മാറുന്നവർക്കല്ലേ പരമയോഗികളെയൊക്കെ ചെന്ന് ഗുരുവായിട്ട് സ്വീകരിക്കാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വേദവ്യാസ മഹർഷിയാൽ വിരചിതമായ ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ ഋഷിർ നാമ്നാം സഹസ്രസ്യ, ഈ സഹസ്രനാമത്തിൻ്റെ ഋഷിയാണ് വേദവ്യാസോ മഹാമുനി, വേദവ്യാസനായ മഹാമുനി. ഛന്ദോ അനുഷ്ഠിപ്പ് എന്നുള്ളതിനാണ് ഛന്ദോ അനുഷ്ഠിപ്പ് ഒരു പ്രശ്ലേഷണം കൊടുത്തിട്ട് അതിന് ആയാണ് എന്നുച്ചാരണമാണ് കൊടുക്കേണ്ടത്, അകാരമാണ്. ഛന്ദോ അനുഷ്ഠിപ്പ് തഥാ ദേവോ ഭഗവാൻ, അതിന് ഒരു ദേവനുണ്ട്. അതിൻ്റെ ഛന്ദസ് അനുഷ്ഠിപ്പാണ്, അനുഷ്ഠിപ്പ് വൃത്തത്തിലാണ്. അനുഷ്ഠിപ്പ് വൃത്തത്തിൽ എത്ര അക്ഷരം വരണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ആ ഛന്ദസ് അനുഷ്ഠിപ്പ് വൃത്തത്തിലുള്ള അനുഷ്ഠിപ്പ് വൃത്തം അല്ലെങ്കിൽ ഛന്ദസ്സും വൃത്തം ഒന്ന് തന്നെയാണ്, അനുഷ്ഠിപ്പാണത്. പിന്നെ ഇതിൻ്റെ ദേവതയാണ് ആരാണ്? ഭഗവാൻ, ദേവകീസുതനാണ് ഇതിൻ്റെ ദേവത. അപ്പോൾ ഏതൊരു മന്ത്രത്തിനും ഒരു വൃത്തം ഉണ്ടാകും, ഛന്ദസ് ഉണ്ടാകും, അതിനൊരു ഋഷിയുണ്ട്, അതിൻ്റെ ദേവതയുമുണ്ട്. ഇപ്പോൾ അഗസ്ത്യ മഹർഷിയാൽ വിരചിതമായ ആദിത്യ ഹൃദയ മന്ത്രത്തിൻ്റെ ദേവൻ സൂര്യഭഗവാനാണ് എന്ന് പറഞ്ഞതുപോലെ ഋഷിർനാമ്നാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനി ഛന്ദോനിഷ്ഠിപ് തഥാ ദേവോ ഭഗവാൻ ദേവകീസുതാം അമൃതാംശുദ്ഭവോ. ബീജം, ഈ ശക്തി ബീജം, അതായത് ബീജമന്ത്രം, അതിൽ ബീജമന്ത്രമാണ് അമൃതാംശുദ്ഭവോ എന്നുള്ളത്. ശക്തി ദേവകീ നന്ദന, ആ ബീജമന്ത്രമാണ് അമൃതാംശുദ്ഭവോ എന്നുള്ളത്. ശക്തി മന്ത്രമാണ് ദേവകീ നന്ദന എന്നുള്ളത്. ഹൃദയമന്ത്രമാണ് ത്രിസാമ, തസ്യ ശാന്ത്യർത്ഥേ വിനിയുജ്യതേ. അപ്പോൾ അമൃതാംശുദ്ഭവോ ബീജം, ബീജമന്ത്രം. ശക്തിർദേവകീ നന്ദന, ശക്തിമന്ത്രം ദേവകീ നന്ദന. ത്രിസാമ ഹൃദയം, ഹൃദയമന്ത്രം ത്രിസാമ, തസ്യ ശാന്ത്യർത്ഥേ വിനിയുജ്യതേ. അപ്പോൾ ഇവയൊക്കെ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ. ഈ സഹസ്രനാമത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണിതൊക്കെ. വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം അനേകരൂപദൈത്യാന്തം നമാമി പുരുഷോത്തമം. ആ വിഷ്ണു എല്ലാറ്റിനെയും വിജയിച്ചു നിൽക്കുന്ന, എല്ലാറ്റിൻ്റെയും വിജയ നേതാവായിട്ടുള്ള ആ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു, മഹാവിഷ്ണു, എല്ലായിടവും പ്രഭ പരത്തിക്കൊണ്ട് ഇവിടം ഈ ലോകം പ്രകാശിക്കുന്നത് വിഷ്ണുവിനാലാണ്. വിഷ്ണു എന്ന് വെച്ചാൽ അതിനർത്ഥം എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന, എങ്ങും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആള് എന്ന് നിറഞ്ഞു നിൽക്കുന്ന ശക്തി. അപ്പോൾ അത് പ്രഭ ചൊരിഞ്ഞുകൊണ്ട് മഹേശ്വരനായി അനേക രൂപത്തിൽ ആദ്യന്തം നിലനിൽക്കുന്ന ആ പരമാത്മ ചൈതന്യത്തിനെ ഇവിടെ ആ പുരുഷോത്തമനായിട്ടുള്ള, നരോത്തമനായിട്ടുള്ള എല്ലാ ഭൂതങ്ങളുടെയും അധിപനായിട്ടുള്ള ആ ഭഗവാനെ നമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഋഷിർനാമ്യം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനി ഛന്ദോ അനുഷ്ഠിപ് തഥാ ഭവോ ഭഗവാൻ ദേവകീസുതാം അമൃതാംശുദ്ഭവോ ബീജം ശക്തിർദേവകീ നന്ദനഃ ത്രിസാമഹൃദയം തസ്യാ ശാന്ത്യർത്ഥേ വിനിയുജ്യതേ. വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും പ്രഭവിഷ്ണും മഹേശ്വരം അനേകരൂപദൈത്യാന്തം നമാമി പുരുഷോത്തമം. ഇനി നമുക്ക്
ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ധ്യാന ശ്ലോകത്തിലേക്ക് പോകാം. ധ്യാന ശ്ലോകം, ആദ്യത്തെ ധ്യാന ശ്ലോകമാണ്. ക്ഷീരോദന്യോത്പ്രദേശേ ശുചിമണി വിലസൽ സൈകതേ മൗക്തികാനാം മാലാ ക്ലുപ്താസനസ്ഥാ സ്ഫടികമണിനിഭൈർ മൗക്തികൈർമണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരത അഭ്രൈരുപരി വിരചിതൈർമുക്തപീയൂഷവർഷൈ ആനന്ദീന പുനീയാതിരി നളിനഗദാശങ്കപാണർമുകുന്ദ നളിനഗദാശങ്കപാണർമുകുന്ദ ക്ഷീരോദന്യോത്പ്രദേശേ ശുചിമണി വിലസൽ സൈകതേ മൗക്തികാനാം മാലാ ക്ലുപ്താസനസ്ഥാ സ്ഫടികമണിനിഭൈർ മൗക്തികൈർമണ്ഡിതാംഗ. നമുക്ക് ഈ വരികളുടെയൊക്കെ അർത്ഥം നമുക്ക് നോക്കാം. ക്ഷീരോദന്യോത്പ്രദേശേ, ക്ഷീരസാഗരത്തെക്കുറിച്ച് നമുക്കറിയാം. ലവണസാഗരമാണ് ഭൂമിയിലുള്ളത്. ക്ഷീരം നിറഞ്ഞു നിൽക്കുന്ന, ക്ഷീരം പാല് നിറഞ്ഞു നിൽക്കുന്ന സാഗരമുണ്ട്, നെയ്യ് നിറഞ്ഞു നിൽക്കുന്ന സാഗരമുണ്ട്, തൈര് നിറഞ്ഞു നിൽക്കുന്ന സാഗരമുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ പറയും ഇതൊക്കെ ചുമ്മാ പറയാന്ന്. ചുമ്മാ അല്ല, ഇതൊക്കെ ഭാഗവതത്തിലുള്ളതാണ്. ഋഷിമാർ ഇത് അനുഭവിച്ച് കണ്ട് എല്ലാ ലോകങ്ങളിലും 14 ലോകങ്ങളിലും മനസ്സുകൊണ്ട് ആത്മാകൊണ്ട് സഞ്ചരിച്ച ഋഷീശ്വരന്മാർ എഴുതി വെച്ചതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ളത് ലവണ സമുദ്രമാണ്, ഉപ്പിൻ്റെ ലവണമുള്ളത്. അപ്പോൾ ഈ പാല് ലയിച്ചിരിക്കുന്ന സാഗരമാണ് ക്ഷീരസാഗരം. അവിടെയാണ് ശ്രീ ഭഗവാൻ കുടികൊള്ളുന്നത്. ഇവിടെ ക്ഷീരോദന്യോത്പ്രദേശേ, അപ്പോൾ പാലാഴിയുടെ തീരത്താണ് ഭഗവാൻ കുടികൊള്ളുന്നത്. നമ്മൾ സാധാരണ പാലാഴിയിൽ അനന്തന്റെ പള്ളി കൊള്ളുന്ന ഭഗവാൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ശ്ലോകത്തിൽ പാലാഴിയുടെ ആ തീരപ്രദേശത്ത് സൈകതം എന്ന് വെച്ചാൽ മണൽത്തിട്ട, ആ ക്ഷീരോദന്യോത്പ്രദേശേ പാലാഴിയുടെ ആ തീരത്ത് ആ മണൽത്തിട്ടയിൽ ശുചിമണി വിലസൽ, ശുചിമണി എന്ന് വെച്ചാൽ നല്ല സ്ഫടികം പോലെ വജ്രം പോലെ തിളങ്ങുന്ന മൗക്തികാന മാലാ ക്ലുപ്താസനം എന്ന് വെച്ചാൽ എന്തുവാ, നല്ല മുത്തു പതിപ്പിച്ച സിംഹാസനത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. അപ്പോൾ ശുചിമണി വിലസൽ, നല്ല തിളക്കമുള്ള വജ്രം പോലെയുള്ള ആ ഒരു മണൽത്തിട്ടയിൽ, ആ മണൽത്തിട്ടയ്ക്ക് തന്നെ തിളക്കമാണ്. അവിടെ ആ മുത്തു പതിപ്പിച്ച തിളങ്ങുന്ന ആ വജ്രം പോലെയുള്ള ആ സിംഹാസനത്തിൽ ഭഗവാൻ ആ പാലാഴിയുടെ തീരത്ത് ആ മണൽത്തിട്ടയിലിരിക്കുന്നു, ആസനസ്ഥൻ ആയിരിക്കുന്നു. സ്ഫടികമണിനിഭൈർ എന്ന് വെച്ചാൽ എല്ലാ അവയവങ്ങളിലും സ്ഫടികം പോലെയുള്ള ആഭരണങ്ങൾ ധരിച്ചവനായ, ആഭരണങ്ങളാൽ തിളങ്ങുന്നവൻ. അപ്പോൾ ഭഗവാൻ ഇരിക്കുന്ന ആ മണൽത്തിട്ട തിളങ്ങുന്നു. അദ്ദേഹത്തിന് സിംഹാസനം മണിമയമാണ്. ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന, ഭഗവാന്റെ ഓരോ അവയവങ്ങളിലും അംഗപ്രത്യംഗങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളോ അതും ഏറ്റവും തിളക്കമുള്ള വജ്രങ്ങളും അതിലും തിളക്കമുള്ള മുത്തുകളും ഒക്കെ പതിച്ച ആഭരണങ്ങളാണ് ഭഗവാൻ അണിഞ്ഞിങ്ങനെ ക്ഷീരസാഗരത്തിൻ്റെ മണൽത്തിട്ടയിൽ മനോഹരമായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഭഗവാൻ ഇങ്ങനെ കുടികൊള്ളുന്നു. നമ്മൾ നമ്മുടെ ഭാവനയിൽ മാത്രം കാണുന്ന കാര്യമാണ്. ആ ഭാവനയ്ക്ക് ഒരു പരിധിയുണ്ട്. നമ്മൾ കൂടുതൽ വായിക്കുകയും കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ് വളരുകയും ഭാവനയെ, ഏത് ലോകത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നത്. അതൊന്നുമില്ലാതെ നമ്മൾ ചെറിയ ലോകത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ലോകമേ നമ്മുടെ മനസ്സിൻ്റെ ക്യാൻവാസിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ആ ക്യാൻവാസ് വികസിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് വായിക്കണം, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് അറിയണം. അപ്പോൾ ആ ഭഗവാൻ എങ്ങനെ ഇരുന്നരുളുന്ന ആ ക്ഷീരസാഗരം മനസ്സിലിങ്ങനെ കരുതുക. അതിൻ്റെ ആ തിളങ്ങുന്ന മണൽത്തിട്ടയിൽ സിംഹാസനാരൂഢനായി ഭഗവാൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ആഭരണങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വിലസുകയാണ്. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെയോ അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെയുണ്ട് ഭഗവാനോടൊപ്പം? ക്ഷീരോദന്യോത്പ്രദേശേ ശുചിമണി വിലസൽ സൈകതേ മൗക്തികാനാം മാലാ ക്ലുപ്താസനസ്ഥ സ്ഫടികമണിനിഭൈർ
മൗത്തികേർ മണ്ഡിതാംഗ, സ്ഫടികമണികളൊക്കെ അണിഞ്ഞ, ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വിളങ്ങിയിരിക്കുന്നു. ശുഭ്രൈരഭ്രൈരിത് അഭ്രൈര അത് അഭ്രൈരുപരി വിരചിതൈർമുക്ത പീയൂഷവർഷേ ശുഭ്രൈരഭ്രൈരത അഭ്രൈരുപരി വിരചിതൈർമുക്ത പീയൂഷവർഷേ ആനന്ദീന പുനീയാതിരി നളിന ഗദാശംഖപാണർ മുകുന്ദാം. അപ്പോൾ അരി ഇവിടെ പറഞ്ഞേക്കുന്നു ശുഭ്രൈർ അഭ്രൈർ, അരി അഭ്രൈർ ഉപരി. അപ്പൊ അരി എന്ന് വെച്ചാൽ സുദർശന ചക്രമാണ്. ഭഗവാന്റെ കൈകളിൽ എന്തൊക്കെയുണ്ട്? നളിനമുണ്ട്, ശംഖുണ്ട്, ചക്രമുണ്ട്, സുദർശന ചക്രമുണ്ട്. അങ്ങനെ ഒരു കൈ താമര, അത് ശംഖ ചക്ര ഗദ പത്മധാരിണിയായ ഭഗവാനാണ്. അങ്ങനെ മോക്ഷം തരുന്നവനായ ആ മുകുന്ദൻ, മുകുന്ദൻ എന്ന് വെച്ചാൽ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നത്, പാണിർ മുകുന്ദ, ഇതെല്ലാം കൈകളിൽ അണിഞ്ഞ ആ മുകുന്ദൻ, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവൻ, വളരെ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ, വളരെ പാപം നശിപ്പിക്കുന്ന ആ സുദർശന ചക്രം കയ്യിലേന്തി പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. പുനി ആതിരി നളിന, അരി നളിന ഗദ ശംഖ പാണിർ മുകുന്ദ. അരി എന്ന് വെച്ചാൽ സുദർശന ചക്രമാണ്. അതായത് പാപികളെയും പാപങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ആ സുദർശനം, നല്ല ദർശനത്തെ, അജ്ഞാനത്തെ മാറ്റി നല്ല ദർശനത്തെ പ്രദാനം ചെയ്യുന്ന, നമുക്ക് അജ്ഞത കൊണ്ട് പ്രവർത്തിച്ച പലരുടെയും പിന്നാലെ ഈ സുദർശന ചക്രം പാഞ്ഞു ചെന്നിട്ട് തൻ്റെ അജ്ഞാനം മാറി തെറ്റു മനസ്സിലാക്കി ദുർവാസാവ് മഹർഷിയെക്കുറിച്ച് അംബരീക്ഷന്റെ വ്രതം മുടക്കാൻ ചെന്ന കഥയൊക്കെ നമുക്കറിയാം. ഏകാദശി വ്രതത്തിന്റെ പാരണം മുടക്കുവാൻ ചെന്ന ആ ദുർവാസാവിന്റെ മനസ്സിലെ ആ പകയും വിദ്വേഷവും അജ്ഞാനവും ഒക്കെ മാറ്റിയത് ഈ സുദർശന ചക്രമാണ്, നല്ല ദർശനം കൊടുക്കുന്ന ചക്രം. അതും അദ്ദേഹത്തിന്റെ ഭഗവാന്റെ കൈകളിൽ അതുകൊണ്ട് താമരയുണ്ട്, നളിനമുണ്ട്, ഗദയുണ്ട്, ശംഖുണ്ട്, പാണിർ കൈകളിലുണ്ട്. കൈകളിലെല്ലാം അണിഞ്ഞ ആ മുകുന്ദൻ, അതും എവിടെയാണ്? അദ്ദേഹം എവിടെ ഇരുന്നു കൊണ്ടാണ്? ശുഭ്രൈർ അഭ്രൈരത അഭ്രൈരുപരി, ഉപരി എന്നുവെച്ചാൽ ഈ നല്ല തെളിഞ്ഞ ആ പാലാഴി എന്ന് പറയുന്നത് ആകാശത്താണെന്നാണ് ഇവിടെ, അതായത് നമുക്ക് ഉപരിയായിട്ടുള്ള സ്ഥലത്ത്, അതെന്ന് വെച്ചാൽ ഈ ഭഗവാൻ കുടികൊള്ളുന്ന ലോകം, ഈ പാലാഴി എന്ന് പറയുന്നതൊക്കെ ഭൂമണ്ഡലത്തിനൊക്കെ മുകളിലാണ്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? വിരചേർ മുക്ത പീയൂഷവർഷ, വളരെ ആനന്ദമാകുന്ന ജനന മരണ ദുഃഖത്തിൽ നിന്ന് മാറ്റുന്ന ആ ആനന്ദത്തെ പീയൂഷം, അമൃത് പോലെ, ഒരു അമൃതിന്റെ മഴ പോലെ നമ്മുടെ മുകളിലേക്ക് ചൊരിയുകയാണെന്ന് ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട്. അപ്പോൾ അവിടെ ആ സൈകതത്തിൽ, ആ മണൽത്തിട്ടയിൽ, ആ ക്ഷീരസാഗരത്തിന്റെ മണൽത്തിട്ടയിൽ സർവാഭരണ വിഭൂഷിതനായി ഭഗവാൻ ഇങ്ങനെ ശംഖുചക്ര ഗദാപത്മധാരിണിയായ ഭഗവാൻ ആ ഉയർന്ന ഭൂമിയിൽ നിന്ന് ഉയർന്ന ആ പ്രദേശത്ത് ഇരുന്നു കൊണ്ട് ഭൂമിയിലേക്ക് ആനന്ദമാകുന്ന അമൃതിനെ ഓരോ ജീവജാലങ്ങളുടെ ഉള്ളിലേക്കും ചൊരിയുന്നു. അതുകൊണ്ടാണ് ഈ ബ്രഹ്മയാമത്തിലൊക്കെ ഉണരുന്നതിന്റെ പ്രത്യേകത. ഭഗവാൻ ഈ തന്റെ ജീവജാലങ്ങളെ, താൻ സൃഷ്ടിച്ച പ്രപഞ്ച ചരാചരങ്ങളെ നോക്കിക്കാണുവാൻ വേണ്ടി ഭഗവാന്റെ ഒരു സഞ്ചാരം, ഒരു തേരോട്ടം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഭഗവാൻ ആനന്ദവർഷം എല്ലാറ്റിലും, എല്ലാ ജീവജാലങ്ങളിലും ചൊരിയുമെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഉണർന്നിരുന്ന ഭഗവാനെ ധ്യാനിക്കുന്നവർക്ക് അത് ഏറ്റവും കൂടുതൽ ആ ഭഗവാന്റെ സമൃദ്ധി ലഭിക്കും, ആ അമൃതധാര. അപ്പോൾ ആ ശ്ലോകം മനസ്സിലായെന്ന് കരുതുന്നു. ക്ഷീരോധന്വത് പ്രദേശേ ശുചിമണി വിലസൽ സൈകതേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്താ സ്ഫടികമണി നിഭൈർ മൗക്തികൈർ മണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരത അഭ്രൈരുപരി വിരചിതൈർ മുക്ത പീയൂഷവർഷൈ ആനന്ദീന പുനിയാത് അരി നളിന ഗദാശങ്കപാണർ മുകുന്ദ. അടുത്ത ശ്ലോകം രണ്ടാമത്തേത്. ഭൂപാദൗ യസ്യ നാഭിർ വിയത സുരനിലശ്ചന്ദ്രസൂരൗ ച നേത്രേ. ഭൂപാദൗ
രണ്ടാമത്തെ ശ്ലോകത്തിലെ അർത്ഥമാണ് നമ്മൾ പറയുന്നത്. ഭൂപാദോ യസ്യൗ, പാദം ഭൂമിയായിരിക്കുന്ന ആ ഭഗവാൻ, നാഭി ആകാശമായിരിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ പാദം ഭൂമിയാകുന്നു, നാഭി തടമാണ് ആകാശം. ബിയദ് എന്ന് വെച്ചാൽ ആകാശം. അസുഹു എന്ന് വെച്ചാൽ അത് ഭഗവാന്റെ ആ നിശ്വാസം, ആ പ്രാണവായുവാണ് കാറ്റ്. ഭഗവാന്റെ മുഖമാകുന്നു അഗ്നി, ആ മുഖമാകുന്ന അഗ്നി ജ്വാലകൾ. സൂര്യചന്ദ്രന്മാരാണ് ഭഗവാന്റെ ആ നേത്രങ്ങൾ, കണ്ണുകൾ. ആശ എന്ന് വെച്ചാൽ ദിക്കുകളാണ് ഭഗവാന്റെ ചെവിയാണ്. ആ ശ്രവണ ഇന്ദ്രിയമാണ് ദിക്കുകളായി മാറിയിരിക്കുന്നത്. നമ്മൾ 4 ദിക്കുകൾ, 8 വിദിക്കുകൾ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ദേവലോകമാണ് ഭഗവാന്റെ ദൗഹു എന്ന് വെച്ചാൽ ദേവലോകം. അതാണ് ഭഗവാന്റെ ശിരസാണത്. ഉദരമാണ് ഭഗവാന്റെ അഗ്നിയല്ല അബ്ദി. അപ്പോൾ ഉദരം വയറ് അബ്ദിയായി, സമുദ്രമായി മാറിയിരിക്കുന്നു. അന്തസ്ഥം ഉള്ളിൽ, വിശ്വം മുഴുവൻ, ആ ലോകത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ വരികള് ഭഗവത്ഗീതയിലെ വിരാട് സ്വരൂപത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. വേദവ്യാസ മഹർഷി ആണ് ഭഗവത്ഗീതയും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മനസ്സിൽ നിന്നാണ് ഇതെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വിരാട് സ്വരൂപ വർണ്ണന വായിച്ചാൽ മനസ്സിലാകും. ഭഗവാന്റെ പാദമാകുന്ന ഭൂമി, നാഭിയാകുന്ന ആകാശമണ്ഡലം, അതുപോലെ തന്നെ ഭഗവാന്റെ നിശ്വാസവായു, ഭഗവാൻ ശ്വസിച്ചു വിടുന്ന ആ പ്രാണവായുവാണ് ഇവിടെ കാറ്റായിട്ട് നിലനിൽക്കുന്നത്. അഗ്നിയായിട്ട് ഇവിടെ ജ്വലിക്കുന്നത് ഭഗവാന്റെ മുഖമാകുന്നു. സൂര്യചന്ദ്രന്മാരാണ് ഭഗവാന്റെ 2 കണ്ണുകൾ. അതുകൊണ്ടാണ് ഒരു കണ്ണ് തീഷ്ണവും ഒരു കണ്ണ് ശീതളമായിട്ടുള്ള അവസ്ഥയും തരുന്നത്. ഈ ദിക്കുകളെന്ന് പറയുന്ന ഭഗവാന്റെ ചെവിയാണ്. ദേവലോകമാണ് ഭഗവാന്റെ ശിരസ്. അപ്പോൾ ആ ഭഗവാനിലാണ് എല്ലാ ലോകങ്ങളും നിലനിൽക്കുന്നത്. മുഖം അഗ്നി, വയറെന്ന് പറയുന്നത്, ഭഗവാന്റെ ഉദരം എന്ന് പറയുന്നത് സമുദ്രങ്ങളാണ്. അപ്പോൾ നമ്മൾ സമുദ്രത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു, അവിടുന്ന് ജലം പരിശുദ്ധമാക്കിയൊക്കെ സൂക്ഷിക്കുന്നപ്പോൾ നാം ഉടനെ ഒരു സമുദ്രം കണ്ടാൽ കരുതണം ഇത് ഭഗവാന്റെ ഉദരമാണ്. ഒരു സമുദ്രമേ ഭൂമിയിലുള്ളൂ. അതിനിടയ്ക്ക് ഭൂചലന പ്രക്രിയയിലൂടെയാണ് മണൽത്തിട്ടകളൊക്കെ സംജാതമായിട്ട് കരപ്രദേശവും ജലപ്രദേശവും പലതായിട്ട് തോന്നുന്നത്. അതാത് കരപ്രദേശത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജലത്തെ അതാത് കരയുടെ പേരിൽ സമുദ്രമായിട്ട് അറിയപ്പെടുന്നതേ ഉള്ളൂ. ഭൂമിയിൽ ഒരു ജലവും ഒരു കരയുമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഭൂമിയിലെ ആ ജലത്തെ കാണുമ്പോൾ, സമുദ്രത്തെ കാണുമ്പോൾ ഇത് ഭഗവാന്റെ വയറാണല്ലോ, ഉദരമാണല്ലോ. അതുപോലെ അഗ്നിയെ നമ്മൾ ബഹുമാനിക്കണം, ഭഗവാന്റെ മുഖമാണ്. അങ്ങനെ ഓരോ സാധനം, ഇപ്പൊ സൂര്യനെയും ചന്ദ്രനെയും നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഭഗവാന്റെ 2 കണ്ണുകളാണത്. അപ്പോൾ ഈ വിശ്വത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുകയാണ് ഭഗവാൻ. സമുദ്രവും ഭൂമിയും ഇവിടെ കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ ആ ശരീരത്തിനുള്ളിലാണെന്ന് ആ വിരാട് രൂപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെയോ സുരന്മാരും അസുരന്മാരും. സുരന്മാർ എന്ന് വെച്ചാൽ ദേവന്മാർ, നരർ മനുഷ്യർ, ഖഗ എന്ന് വെച്ചാൽ പക്ഷി മൃഗാദികൾ, ഭോഗികളുണ്ടതിൽ, ഭോഗി സർപ്പങ്ങൾ, അതുപോലെ ഗന്ധർവന്മാർ, അങ്ങനെ അതുപോലെ ദൈത്യന്മാർ എന്ന് വെച്ചാൽ അസുരന്മാർ. ചിത്രം രമ്യതേതം ത്രിഭുവന വപുഷം വിഷ്ണുമേശം നമാമേ. ചിത്രം രമ്യതേ, വളരെ അത്ഭുതകരമായ ഈ സൃഷ്ടി വിശേഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചം ആരുടെ ഉദരത്തിലാണോ ആ ഭഗവാനെ ത്രിഭുവനം, ആ 3 ലോകങ്ങളും, വപുഷം ശരീരം, ഈ 3 ലോകങ്ങളെയും ആരുടെ ശരീരത്തിലാണോ വഹിച്ചിരിക്കുന്നത് ആ ഭഗവാനെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം. അപ്പോൾ നമുക്ക് വീണ്ടും ശ്ലോകം ഒന്നുകൂടെ നോക്കാം. 2ാമത്തെ ശ്ലോകം. ഭൂപാദോ യസ്യ നാഭിർ വിയത സുരനിലശ്ചന്ദ്ര വിയത അസുര നിലശ്ചന്ദ്ര സൂരൗച നേത്രേ കർണാവാശ ശിരോദൗർ മുഖം
ശിരോദൗർമുഖമഭിദഹനോ യസ്യ വാസ്തേയമബ്ദി അന്തസ്ഥം യസ്യ വിശ്വം സുരനര ഖഗഗോ. സുരനര ഖഗഗോ. ഖഗങ്ങള് സുരന്മാര്, നരന്മാര്, ഭോഗികള് സർപ്പങ്ങള്, ഗന്ധർവന്മാര്, ദൈത്യന്മാര്, ദൈത്യർ എന്ന് വെച്ചാൽ അസുരന്മാര്, ഇങ്ങനെയെല്ലാം ഇവിടെ നമ്മൾ എന്തെല്ലാം നല്ലതുണ്ടോ ചീത്തയുണ്ടോ, ഇവിടെ കാണുന്ന ഏത് ജീവജാലങ്ങളുണ്ടോ ഇതെല്ലാം ഭഗവാന്റെ ഉള്ളിലാണ്. ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഒന്നും ഒരു ശത്രുവല്ല, ഒന്നിനെയും ഭയം വരികയില്ല. ഇപ്പം നമ്മൾ പാമ്പിനെ കണ്ടും ആനയെ കണ്ടും സിംഹത്തെ കണ്ടും ഒക്കെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മിൽ നിന്ന് അന്യമായ വന്യമായ ജീവികളാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷെ അവയുടെ ഉള്ളിൽ എല്ലാം നിറഞ്ഞിരിക്കുന്നത് വിഷ്ണു, സാക്ഷാൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു ചൈതന്യമാണ്, പ്രപഞ്ച ചൈതന്യമാണ്. ഇതെല്ലാം ആ ഭഗവാനിലാണ് നിലനിൽക്കുന്നത്. ഭഗവാന്റെ ഉള്ളിലാണ് നാം എല്ലാവരും കുടികൊള്ളുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലും എല്ലാ ജീവജാലങ്ങളെയും ചലിപ്പിക്കുന്ന, നിയന്ത്രിക്കുന്ന, അതിനെ നിലനിർത്തുന്ന ഏക ശക്തി ഭഗവാനാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ രൂപം മാത്രമാണ് വ്യത്യസ്തമെന്നും എല്ലാം ഒന്നിന്റെ തന്നെ വൈരുദ്ധ്യമായിട്ടുള്ള രൂപങ്ങൾ മാത്രമാണെന്നും ആ ഒന്ന് ഞാൻ, എന്നിൽ ഞാനായിരിക്കുന്നത്. ഇപ്പൊ സിംഹത്തിന്റെ ഉള്ളിലും ഞാൻ എന്ന ആ ബോധമുള്ളത് കൊണ്ടാണ് സിംഹം ആഹാരം കഴിക്കുകയും ഉറങ്ങുകയും കടിക്കുകയും വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ ജീവജാലങ്ങളുടെ ഉള്ളിൽ ഞാൻ എന്ന ബോധം ഇരിക്കുന്നത്. അതെല്ലാം ഏതാണ്? ഒരൊറ്റ ബോധമാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മ ചൈതന്യം തന്നെയാണ് എല്ലാറ്റിൻ്റെയും ഉള്ളിൽ. ഒരു സസ്യത്തിന്റെ, ഒരു ചെടിയുടെ, നമ്മൾ ചവിട്ടിപ്പോകുന്ന ഒരു പുൽക്കൊടിക്ക് പോലും വളരുവാനുള്ള ടെൻഡൻസി വരുന്നത് എന്തുകൊണ്ടാണ്? അതിൽ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു പുൽക്കൊടി പോലും ഭൂമിയിൽ ഭഗവാൻ അറിയാതെ വളരുന്നില്ല, അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്നില്ല എന്നൊക്കെ പറയുന്നത്. കാരണം ഇതെല്ലാം ഭഗവാന്റെ തന്നെ ഓരോ സൃഷ്ടികളാണ്. ഭഗവാനാണ് അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഇത്ര സമയം കഴിയുമ്പോൾ അതിന്റെ കർമ്മം തീർന്നാൽ ആ പുൽച്ചെടി ഏതെങ്കിലും രൂപത്തിൽ ആ പുല്ല് നശിച്ചു പോകും. ഒന്നിൽ മറ്റു പ്രാണികൾ കഴിച്ചിട്ടാകാം, അല്ലെങ്കിൽ അത് ഭൂമിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പിഴുത് കളഞ്ഞിട്ടാകാം. പക്ഷേ അതിന് വീണ്ടും ജന്മം ആ പുല്ലായിട്ട് തന്നെ ഉണ്ടെങ്കിൽ അത് വീണ്ടും കിളിച്ച് വരിക തന്നെ ചെയ്യും. അടുത്ത മഴയിൽ ഭൂമി അതിന്റെ വിത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കും. അപ്പോൾ ആ ചന്ദ്രനാകുന്ന ആ ഒരു ശീതളമ കൊണ്ട് ഭൂമിയെ തരളിതമാക്കുമ്പോൾ വീണ്ടും വിത്തുകൾ മുളച്ചു വരിക തന്നെ ചെയ്യും. ഇല്ലെങ്കിലോ അത് അവിടെ കൊണ്ട് ആ ജന്മം തീർന്ന അടുത്ത ജന്മം സ്വീകരിക്കും. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും സർവ്വചരാചരങ്ങളും ഏകനായ ഭഗവാന്റെ വിവിധ രൂപങ്ങളാണ്. ഭഗവാൻ ഇത്ര വിചിത്രമായി മനോഹരമായി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ പ്രകൃതി, ഈ പ്രപഞ്ചം. അപ്പോൾ നമ്മൾ ഒരു ക്യാൻവാസിൽ ഒരു ചിത്രകാരൻ വരച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങൾ കണ്ടിട്ട് നമ്മൾ എത്ര മനോഹരമായിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇവിടുത്തെ മനോഹരമായ പ്രകൃതിയെ നാം കാണുന്നില്ല, അറിയുന്നില്ല. ഒരു ചെറിയ ക്യാൻവാസിൽ കാണുന്ന എന്തെങ്കിലും ഒരു കളർ ചിത്രത്തെയാണ് നമ്മൾ പ്രകീർത്തിക്കുന്നത്. എന്നാൽ ഭഗവാൻ ഇവിടെ വരച്ചിട്ടിരിക്കുന്ന, നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹരമായ വ്യത്യസ്തത, വൈവിധ്യങ്ങൾ നിറഞ്ഞ, ഇത്രയും വൈവിധ്യങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലും ക്യാൻവാസിൽ വരയ്ക്കാൻ പറ്റുമോ? ഇത്രയും 84 ലക്ഷത്തിലധികം ജീവജാലങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മനോഹരമായ പ്രകൃതി, ഈ ഭൂരൂപങ്ങൾ, ഇതിനെയൊക്കെ എവിടെ വരയ്ക്കാൻ കഴിയും? അപ്പോൾ ഏറ്റവും വലിയ ചിത്രകാരൻ ഇവിടെ ഈ ചിത്രപ്പണികളൊക്കെ ചെയ്ത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഭഗവാൻ തന്നെയല്ലേ? അപ്പോൾ ആ ഭഗവാനെയാണ് നമ്മൾ ഈ ധ്യാന ശ്ലോകങ്ങളിലൂടെ സ്തുതിക്കുന്നത്. അപ്പോൾ ഈ ധ്യാന ശ്ലോകം രണ്ടാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ആവർത്തിക്കാം. ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണി വിലസൽ സൈകതേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്ഥാ സ്ഫടികമണിനിപേർ മൗക്തികൈർമണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരത അഭ്രൈരുപരി വിരചിതൈർമുക്തപീയൂഷവർഷൈ ആനന്ദീനാ പുനീയാതിരീ നളിനഗദാശങ്കപാണർമുകുന്ദ ഭൂപാദൗ യസ്യ നാഭിർ സുരനിലശ്ചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാ ശിരോധർമുഖമഭിദഹനോ യസ്യ വാസ്തേയമബ്ദി അന്തസ്തം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യേ ചിത്രം രമ്യതേദം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി വിഷ്ണുമീശം നമാമി വിഷ്ണുമീശം നമാമി. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പ്രകൃതീശ്വരിയായ ദേവിയുടെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.